കേരളത്തിൽ ഇലക്ഷൻ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീക്ഷകൾ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളതും പ്രതീക്ഷ നിർവഹിക്കപ്പെടാൻ പോകുന്നതുമായിട്ടുള്ള മുന്നണി BJP NDA. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മത്സരരംഗം ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. BJPയുടെ നേതൃത്വം നൽകുന്ന NDA മുന്നണി ഒരു ഇടതിനും വലതിനും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്ന അതിശക്തമായിട്ടുള്ളൊരു മുന്നണിയായിട്ട് കേരളത്തിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഘടകകക്ഷികൾ 2020 ഉൾപ്പെടെയുള്ള പുതിയ ഘടകകക്ഷികൾ BJPയിലേക്ക് വന്നതും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബേസ് വോട്ട് ഗണ്യമായിട്ട് വർദ്ധിച്ചതും 20% എത്തി നിൽക്കുന്നതിന് ശേഷം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് ഒരു 25-30% പൊതുവായിട്ടെത്താൻ സാധിക്കുകയും ചില മണ്ഡലങ്ങളിൽ അത് 35-40% മുകളിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പകുതിയിലേറെ അസംബ്ലികളിൽ BJP ജയസാധ്യതയോടുകൂടി തന്നെ മത്സരിക്കുന്നു എന്നൊരു അന്തരീക്ഷം പൊതുസമൂഹത്തിന് സൃഷ്ടിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയ ഇലക്ഷനുള്ളൂ. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുന്നത്? യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം വികസനം തന്നെയാണ്. കാരണം അത് ഞങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഈ 70 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വികസനത്തെക്കുറിച്ച് മിണ്ടാനുള്ള ധാർമ്മിക അധികാരമില്ല. കാരണം അവർ നശിപ്പിച്ചതാണ്. മാത്രമല്ല ഈ ഇലക്ഷനിൽ കേരളത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉയർന്നിരിക്കുന്ന മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ്. അപ്പോൾ ആ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഞങ്ങളുടേതാണ്. ഞങ്ങളുടേതെന്ന് പറയുമ്പോൾ ഓരോ കേരളീയൻ്റെതുമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ ജാതി മതഭേദമന്യേ പലരും BJPയുടെ മുദ്രാവാക്യം എൻ്റെ മുദ്രാവാക്യമാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മുദ്രാവാക്യമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മുദ്രാവാക്യമാണ്, എൻ്റെ നാടിൻ്റെ മുദ്രാവാക്യമാണ് എന്ന് കേരളത്തിലെ 3.25 കോടി മലയാളിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഏക മുദ്രാവാക്യം വികസിത കേരളം എന്ന BJP NDAയുടെ മുദ്രാവാക്യമാണ്. അത് കേരളീയൻ്റെ മുദ്രാവാക്യമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്തിയതിന് ശേഷം ഇവിടുത്തെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ AI ഉപയോഗിച്ച് ചിരിക്കുന്ന ചിത്രമൊക്കെ വെച്ചിട്ട് വലിയ പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. വികസനത്തിൻ്റെയൊക്കെ വക്താക്കൾ അവരാണ്, പ്രയോക്താക്കൾ അവരാണ് എന്ന് പറഞ്ഞ് എന്താ പറയുക, എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അനുസ്മരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലുള്ള ആൾക്കാർക്കറിയാം ദേശീയപാത വികസിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ട്, റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ട്, നാഷണൽ പവർ ഗ്രിഡ് വന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ട്, ഗ്യാസ് പൈപ്പ് ലൈൻ വന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ വികസനം മുഴുവൻ നടന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ടാണ്. സാധാരണക്കാർക്ക് ക്ഷേമ പദ്ധതികളുടെ പെൻഷൻ സമയാസമയം കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. തൊഴിലുറപ്പ് പദ്ധതി 125 ദിവസമായിട്ട് വർദ്ധിപ്പിക്കുകയും അവർക്ക് 125 തൊഴിൽ ദിനങ്ങൾ നൽകിയില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരുടെ വിഷയം മുതൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസന വിഷയങ്ങൾ വരെ കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ടച്ചില്ലാത്ത ഒന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ്റെ അത്തരത്തിലുള്ള ഇതിനെ കടമെടുത്തുകൊണ്ട് BJPയുടെ വികസിത കേരളം എന്നുള്ള ആ മുദ്രാവാക്യത്തിന് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പിന്തുണയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇടതുപക്ഷവും കേരളത്തിൻ്റെ വികസനത്തിൽ അവർ ചെയ്ത കാര്യങ്ങളെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അത് പൊളിഞ്ഞുപോയി. കാരണം ഈ ജനങ്ങൾക്കറിയാം ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരാണ് ചെയ്തതെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണത നിലനിൽക്കുന്നു. ആ പ്രവണത എന്ന് പറയുന്നത് SDPI ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നതും അതോടൊപ്പം തന്നെ ജമായത്ത് ഇസ്ലാമിയെ പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ വലതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതും ഈ കേരളത്തിൽ അപകടകരമായിട്ടുള്ള പ്രവണത, കാലങ്ങളായിട്ട് നിൽക്കുന്ന അപകടകരമായ പ്രവണത കൂടുതൽ ശക്തിപ്പെടുത്താൻ കാരണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങൾ ഒരു മതേതര സമൂഹത്തിനോടൊരു വലിയ ആഹ്വാനമായിട്ട് വികസിത കേരളം എന്ന വളരെ ക്രിയേറ്റീവായ ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ളൊരു മുദ്രാവാക്യമായിട്ട് വരുമ്പോൾ പിണറായി വിജയനും BD സതീശനും അത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്.
യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും നീചമായ രണ്ട് വർഗീയ പാർട്ടികളാണ് CPM ഉം കോൺഗ്രസും. പക്ഷേ അവർ അതിനെ ഇങ്ങനെ മൂടി വയ്ക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇത് ഇന്ന് ആ മുഖം മൂടി പുറത്തു വന്നിരിക്കുകയും, കാരണം ജമായത്തെ ഇസ്ലാമി മുന്നണിയാണ് VD സതീശൻ്റെ മുന്നണി, SDPI മുന്നണിയാണ് പിണറായി വിജയൻ്റെ മുന്നണി എന്ന യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതലെത്തിക്കാൻ സ്വാഭാവികമായിട്ട് BJP ശ്രമിക്കും. കാരണം ഇത് വർഗീയ മുന്നണിയാണ്, വികസന മുന്നണി NDA ആണ് എന്നുള്ളതിന് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നമ്മൾ ഈ കേരളത്തിൽ എന്ത് വിഷയം എടുത്താലും നമ്മൾ കാണുന്നത് എന്താ? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടല്ല, അവർ ഒന്നാണ് എന്ന BJP ഇന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിന് ബോധ്യമുള്ളതാണ്. അതിനിപ്പോൾ ഞങ്ങൾ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി BJP വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസും CPM ഉം അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല. പക്ഷേ അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒപ്പുശേഖരണം നടത്തുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും സമുന്നതനായിട്ടുള്ള, ഏറ്റവും ദേശാഭിമാനിയായിട്ടുള്ള ഒരു മുസൽമാനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ ശ്രമിച്ചപ്പോൾ ഇടതും ചേർന്നിട്ട് ഏറ്റവും നീചനായിട്ടുള്ളൊരു മുസൽമാനെ, ഭീകരവാദിയായ ഒരു മുസൽമാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒപ്പുശേഖരണം നടത്തിയത്. അപ്പോൾ ഇത് തന്നെ അതോടെ വർഗീയതയെ സംബന്ധിച്ച BJPയുടെ നെറേറ്റീവും ഇടതിൻ്റെയും വലതിൻ്റെയും നിലപാടും വ്യക്തമാക്കുന്നതാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന പൗരത്വ ഭേദഗതി നിയമം, കാശ്മീർ നിയമം എടുത്തു കളഞ്ഞത്, മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചത്, ഇത്തരത്തിലുള്ള എല്ലാ വിഷയത്തിലും ജമായത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും നിലപാടാണ് ഇടതിൻ്റെയും വലതിൻ്റെയും നിലപാട്. അപ്പോൾ അവർ അക്കാര്യത്തിൽ രണ്ടായിരുന്നില്ല, ഒന്ന് തന്നെയായിരുന്നു. ശരിയാണല്ലോ. ഹമാസ്, ഭീകരവാദികളായിട്ടുള്ള ഹമാസിനെ എതിർക്കുന്ന നിലപാടിൽ, ആ നിലപാടിൽ BJP ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഇടതുപക്ഷം, വലതുപക്ഷം, ജമായത്തെ ഇസ്ലാമി, SDPI ഒരുമിച്ചാണ്. BJP എതിർക്കുന്ന കാര്യത്തിലും BJPക്കെതിരായാണ് CPM, കോൺഗ്രസ്, ജമായത്തെ ഇസ്ലാമി, SDPI. രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, ഇതിനും എതിരായിട്ടുള്ള സ്റ്റാൻഡാണ് SDPIയുടെയും ജമായത്തിയുടെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവർ രണ്ടല്ല, അവർ ഒന്ന് തന്നെയാണ്. CPM ഉം കോൺഗ്രസും ഒന്നാണ്. അവരോടൊപ്പം ജമായത്തെ ഇസ്ലാമി, SDPIയും കൂടെ ഉണ്ട്. ഇനി മറ്റു ചില കാര്യങ്ങളെടുക്കാം. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് അഴിമതിയുടെ കുടുംബ ഭരണമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്തും അഴിമതിയുടെ കുടുംബ ഭരണമാണ്. സ്വജനപക്ഷപാതം ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിലേക്കായി. ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്ന് പറയും പോലെ പാർട്ടി സെക്രട്ടറിക്ക് ഭാര്യയ്ക്ക് MLA പദവിയും മന്ത്രി പദവിയും ഫ്രീ ആണ് CPMൽ. മുഖ്യമന്ത്രിക്ക് ഇതായിട്ട് മകൾക്ക് സ്ത്രീധനമായിട്ട് മന്ത്രിപ്പണി കൊടുക്കേ, മരുമകന് മന്ത്രിപ്പണി കൊടുക്കേ. അപ്പോൾ ഈ കോൺഗ്രസിനേക്കാൾ തരം താണ കുടുംബഭരണം. അപ്പോൾ കുടുംബഭരണത്തിൻ്റെ കാര്യത്തിൽ CPM ഉം കോൺഗ്രസും ഒന്നായി കഴിഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ CPM ഉം കോൺഗ്രസും ഒന്നായി കഴിഞ്ഞു. ഈ കേരളത്തെ കടക്കണിയിലാക്കിയ കാര്യത്തിൽ കോൺഗ്രസും CPM ഉം ഒന്നാണ്. കേരളത്തെ വിലക്കയറ്റം സൃഷ്ടിച്ച കാര്യത്തിൽ കോൺഗ്രസും CPM ഉം ഒന്നാണ്. ഈ കേരളത്തെ ഇന്ന് ഈ അധോഗതിയിലാക്കിയ കാര്യത്തിൽ CPM ഉം കോൺഗ്രസും ഒന്നാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് മുന്നണിയും ഒന്നാണ്, രണ്ടല്ല, ഒന്നാണ്. മറുഭാഗത്ത് BJP ആണ് എന്ന് BJP പറയുന്നത്, BJP അവതരിപ്പിച്ചത് ഇന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം കേരളത്തിന് ബോധ്യപ്പെട്ടല്ലോ പൂർണ്ണമായിട്ടും. അതാണ് അതിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഉള്ള ഒരു കാര്യം അതാണ്. ഇനി മറ്റൊന്ന്, ഈ BJPയെ എതിർക്കാൻ വേണ്ടി ഇവർ ഒരുമിക്കുന്നു. ഇപ്പോൾ മഞ്ചേശ്വരത്ത് BJPയുടെ K. സുരേന്ദ്രൻ ജയിക്കുമെന്ന വേളകളിൽ മുഴുവൻ CPM ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഇപ്പോഴും എല്ലാ അതിരും വിട്ട കളിയാണ് നടത്തുന്നത്. കാരണം SDPയുടെ സ്ഥാനാർത്ഥി പിൻവലിച്ചത് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കാനാണ്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യപ്രകാരമാണ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെ CPMന് വോട്ട് കോൺഗ്രസ്സിലേക്ക് മറിക്കാൻ പറ്റിയ ബലഹീനനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ
കോൺഗ്രസ്സിന് അല്ല ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ CPM ഉം SDPഐയും ജമായത്ത് ഇസ്ലാമിയായിട്ട് ചേർന്ന് നടത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനെയും തോൽപ്പിച്ച് K. സുരേന്ദ്രൻ ജയിച്ചു വരുന്നതായിരിക്കും മഞ്ചേശ്വരത്തിൻ്റെ ഇപ്പോഴത്തെ ചരിത്രം, സംശയം വേണ്ട. കാസർഗോഡും ഇതേപോലെ മറ്റൊരു ശ്രമം നടത്തുന്നു. ഇപ്പോൾ നേമത്ത് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി SDPഐയുടെ നേതാവുമായിട്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടു. അതിൻ്റെ സന്ദേശം എന്താ? നേമത്ത് SDPഐക്കാരൻ്റെ വോട്ട് മതി എനിക്ക് എന്നുള്ള സന്ദേശമാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിമിൻ്റെയും ഇവിടുത്തെ നായരുടെയും ഈഴവരുടെയും പട്ടികജാതിക്കാരുടെയും വോട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് SDPഐയുടെ അമീറിനോടൊപ്പം ഇരുന്നാൽ കിട്ടുന്ന വോട്ട് മതി എന്നുള്ളൊരു അഹങ്കാരം കൂടെ ഉണ്ട് ശിവൻകുട്ടിയുടെ വാക്കുകൾക്കുള്ളിൽ, ശിവൻകുട്ടി ആ ഫോട്ടോ ഇടുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എന്താ പറയുക, BJPക്കെതിരായിട്ട് കോൺഗ്രസിൻ്റെ പിന്തുണ, SDPഐയുടെ പിന്തുണയൊക്കെ വച്ചിട്ട് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം ഇവർ നടത്തുന്നു. എന്നിട്ട് പറയുന്നു ഡീല് നടത്തുന്നത് BJP ആണ് എന്ന കള്ളപ്രചരണം രണ്ടുപേരും മാറി മാറി പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും CPM ഉം തമ്മിലുള്ള ഡീലാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മുഴുവൻ പരസ്യമായിട്ടുള്ള ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാമാന്യബോധമുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പഴയതുപോലെ BJPക്കെതിരെയുള്ള ഡീല് അത് ഇനി വേവുന്ന സാധനമല്ല. ഇപ്പോൾ കേരളത്തിന് ബോധ്യമുള്ളതും ഇന്ത്യക്ക് ബോധ്യമുള്ളതും CPM ഉം കോൺഗ്രസും നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് രാജ്യത്തിനെതിരെയും BJPക്കെതിരെയും നിൽക്കുന്ന സാഹചര്യമാണ്. അത് ജനങ്ങൾക്കും എതിരാണ്.